ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ ഫിലിപ്പ് എന്നൊരു പയ്യനെയാണ് കാണിക്കുന്നത്. ഫിലിപ്പ് അച്ഛൻ ആന്റണിയുമായി ഒരു നല്ല ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ജനിച്ചപ്പോൾ തന്നെ അമ്മ മേരി മരിച്ചുപോയിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ ആന്റണിക്ക് ഫിലിപ്പിനോട് വളരെ ദേഷ്യമായിരുന്നു. അവൻ കാരണമാണ് അമ്മ മരിച്ചതെന്ന് പറഞ്ഞ് അവനെ ഓരോ ദിവസവും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്കിടയിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനായി ഇരുവരും ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആന്റണി അവിടെ സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പിന്നീട് കാണിക്കുന്നത് ദീപ്തി എന്ന കോളേജ് വിദ്യാർത്ഥിനിയും അമ്മയും പരാതിയുമായി സ്റ്റേഷനിലേക്ക് വരുന്നതാണ്. ആ നാട്ടിലെ പ്രധാനിയായ ഒരാളുടെ മകനായ രാജീവിനെതിരെ കേസ് കൊടുക്കാനാണ് അവർ വന്നത്. രാജീവ് പലതവണ ദീപ്തിയെ പ്രപ്പോസ് ചെയ്തിരുന്നു. എന്നാൽ അവൾ സമ്മതിക്കാതിരുന്നത് കൊണ്ടാണ് അവളെ ബാത്റൂമിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായി ഉന്നതകളിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ആന്റണി രാജീവിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കോളേജിൽ താൻ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്നും അവൾ ക്ലാസ് കട്ട് ചെയ്ത് എവിടെയോ പോയതാണെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ ആന്റണി പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട് താൻ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും രാജീവ് തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്നും അവൾ തീർത്തു പറയുന്നു. എന്നാൽ ആന്റണി പറയുന്നത് അവൾക്ക് പലരുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അതിലൊരാൾ മാത്രമാണ് രാജീവ് എന്നുമാണ്. അതിനാൽ കേസ് കൊടുക്കാൻ കഴിയില്ലെന്നും അയാൾ പറയുന്നു. രാജീവിനെ രക്ഷിക്കാൻ വേണ്ടി ഈ തെറ്റെല്ലാം ദീപ്തിയുടെ ഭാഗത്താണെന്ന് അയാൾ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതും മറികടന്ന് നിങ്ങൾ കേസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് തന്നെയാണ് നാണക്കേടുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് അയാൾ ദീപ്തിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നു. പോലീസുകാരന്വേഷിച്ചിട്ട് മകളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഇതിലെന്തോ സത്യമുണ്ടെന്ന് ദീപ്തിയുടെ അമ്മയും വിശ്വസിക്കുന്നു. എന്നാൽ കോളേജിൽ ഗസ്റ്റ് ലെക്ചററായി വന്നിരുന്ന ഐറിൻ എന്ന പെൺകുട്ടി ദീപ്തിയെ പിന്തുണച്ച് കേസ് കൊടുക്കാനും മറ്റും അവളെ സഹായിക്കുന്നു. കൂടാതെ അവരുടെ കൂടെ ആ സ്റ്റേഷനിലും വന്നിട്ടുണ്ടായിരുന്നു. കേസ് എടുക്കാത്തത് കൊണ്ട് വളരെ സങ്കടത്തോടെ ദീപ്തിയും അമ്മയും അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഐറിനോട് ഇതിൽ ഇടപെടേണ്ട എന്നും പറയുന്നു. അവിടെ നിന്നും ഓട്ടോയിൽ കയറാൻ നേരം അമ്മ അവളെ വഴക്ക് പറയുന്നു. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിലും പകരം മരിക്കുന്നതാണ് നല്ലതെന്ന് അമ്മ പറഞ്ഞതും വളരെ ദേഷ്യത്തിൽ അവൾ ആ റോഡിലേക്ക് ഇറങ്ങി ഓടി. ഒരു വണ്ടി വന്ന് അവളെ ഇടിച്ചു തെറിപ്പിച്ചു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവൾ മരിക്കുകയും ചെയ്തു. ഇതെല്ലാം ഐറിൻ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ദേഷ്യത്തിൽ ഐറിൻ അന്ന് വൈകുന്നേരം ഒരു റെസ്റ്റോറന്റിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ആന്റണിയുടെയും ഫിലിപ്പിന്റെയും അടുത്തേക്ക് കയറി വരികയും ദീപ്തിയുടെ മരണത്തിന് നിങ്ങളാണ് കുറ്റക്കാരെന്നും നിങ്ങൾ ഇതിനൊക്കെ അനുഭവിക്കാതെ ഈ ലോകം വിട്ടു പോകില്ല എന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുന്നു. ആന്റണി ഒരു ദിവസമെങ്കിലും തന്റെ മകന്റെ കൂടെ സമാധാനത്തോടെ ഇത്തിരി ആഹാരം കഴിക്കാമെന്ന് കരുതി ആ റെസ്റ്റോറന്റിൽ വന്നതാണ്. എന്നാൽ ഐറിൻ വന്നതോടുകൂടി അവിടുത്തെ മൂഡ് മാറി. ഫിലിപ്പ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഏകദേശം ഒരു വർഷത്തിന് ശേഷമുള്ള കഥയാണ്. ഐറിന്റെ അച്ഛനായ സാമിനെ കാണിക്കുന്നു. അയാൾക്ക് ഒരു സൈബർ സുരക്ഷാ കമ്പനിയുണ്ട്. നല്ലൊരു ഹാക്കറുമാണ് അയാൾ. ഡിലീറ്റായി പോയ പല വിവരങ്ങളും തിരിച്ചെടുക്കാൻ പലരും അയാളെ സമീപിച്ചു വരാറുണ്ട്. സാമിന്റെയും തെരേസയുടെയും ഒരേ ഒരു മകളാണ് ഐറിൻ. ഇവരുടെ വീട് കുട്ടിക്കാനത്താണ്. ഐറിൻ മനുഷ്യാവകാശ സംഘടനകളിൽ പ്രവർത്തിക്കുന്നു. നിയമവിരുദ്ധമായി ഖനനം ചെയ്യുന്ന ആളുകൾക്കെതിരെ അവൾ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു. അവധിക്കാലത്ത് ഐറിൻ മാതാപിതാക്കളുടെ കൂടെ സമയം ചെലവഴിക്കാൻ വരുന്നു. വീണ ഐറിന്റെ അടുത്ത കൂട്ടുകാരിയാണ്. വീട്ടിലെത്തി കുറച്ചു ദിവസം മാതാപിതാക്കളോട് കൂടെ താമസിച്ച ശേഷം അവൾ തിരികെ പോകുന്നു. അടുത്തതായി കാണിക്കുന്നത് ആന്റണി ഒരു ലോഡ്ജിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മകനെയും അവന്റെ കൂട്ടുകാരൻ രാജീവിനെയും പിടികൂടുന്നതാണ്. മകനെ വഴിതെറ്റിക്കുന്നത് രാജീവാണെന്ന് പറഞ്ഞ് അവനെ വഴക്കു പറയുന്നു. രാജീവ് അവിടെ നിന്നും ഇറങ്ങി ഓടി. പിന്നാലെ ഫിലിപ്പും. തുടക്കത്തിൽ നമ്മൾ കണ്ട ദീപ്തിയെ ഉപദ്രവിച്ച അതേ രാജീവ് തന്നെയാണിത്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ സാം ഐറിനെ വീണ്ടും വിളിക്കുന്നു. രാവിലെ ആയിട്ടും വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് സാം ടെൻഷനിലാവുന്നു. എന്നാൽ ഇവിടെ ഫിലിപ്പിന്റെ പോക്ക് അത്ര നല്ലതല്ല എന്ന് ആന്റണി കൗൺസിലറോട് പറയുകയാണ്. എന്നാൽ ഫിലിപ്പിനെ കൈകാര്യം ചെയ്യേണ്ട രീതി ഇതല്ല എന്നാണ് അയാൾ തിരിച്ചു പറയുന്നത്. ആന്റണിയുടെ ഏകദേശം അതേ സ്വഭാവം തന്നെയാണ് ഫിലിപ്പിനുള്ളതും. ഭാര്യ മരിച്ച സമയത്ത് ഫിലിപ്പിനെ ഒന്ന് എടുക്കാൻ പോലും ആന്റണി തയ്യാറായിരുന്നില്ല. ഭാര്യ നഷ്ടപ്പെട്ട ദേഷ്യം മുഴുവൻ അയാൾ ഫിലിപ്പിനോടായിരുന്നു തീർത്തിരുന്നത്. ഐറിനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് അവളുടെ റൂമിൽ പോയി നോക്കാൻ സാം വീണയോട് പറയുന്നു. വീണ അവിടെ ചെല്ലുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. പുറത്തു വച്ചിരുന്ന ഫ്ളാറ്റിന്റെ താക്കോലെടുത്ത് അവൾ അകത്ത് കയറി. അവിടെയെല്ലാം നോക്കിയിട്ടും ഐറിനെ കണ്ടില്ല. ടെൻഷനായ സാം അവൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് വരികയും അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കേസ് കൊടുക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ ആദ്യം കണ്ട CI ആന്റണിയുടെ സ്റ്റേഷനിലായിരുന്നു. അന്ന് രാത്രി അവസാനമായി ഐറിനെ വിളിച്ചപ്പോൾ അവൾ വീട്ടിലെത്തി ബാഗൊക്കെ വെച്ചിട്ട് അടുത്തുള്ള കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം അവൾ കാറിലിരുന്ന് ഫോൺ വിളിക്കുകയായിരുന്നു. കോള് കട്ട് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് അവളുടെ കാറിനടുത്ത് ഡോറിൽ ആരോ വരുന്നതായിട്ട് സാമിന് തോന്നിയിരുന്നു. അവൾക്കും അത് മനസ്സിലാകുന്നുണ്ട്. അതിനുശേഷം കോള് കട്ടായി. പിന്നീട് വിളിച്ചിട്ട് അവളെ കിട്ടിയിട്ടില്ല.
ഈ സ്റ്റേഷനിലെ SI ദേവൻ സാർ ഐറിനെ കുറെ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ കാണണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള കാര്യം സാം അവിടെ പറയുന്നു. ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നത് എന്ന് ആന്റണി തിരിച്ചു ചോദിക്കുന്നു. ദേവൻ ഒരു അപകടം പറ്റിയതിനെ തുടർന്ന് ലീവിലായിരുന്നു. അതുകൊണ്ട് അയാൾ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ആന്റണി ജോണിയെ ഏൽപ്പിക്കുന്നു. കുട്ടിയുടെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഐറിൻ സാമുവേൽ എന്ന് സാം പറഞ്ഞതും ആന്റണിയും ജോണിയും ഒന്ന് പരുങ്ങുന്നു. ഐറിന് വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് സാം പറയുന്നുണ്ട്. പക്ഷേ കുറെ നാളുകളായിട്ട് ഐറിനെ രാജീവ് എന്ന് പേരുള്ള ആൾ ഭീഷണിപ്പെടുന്നുണ്ടായിരുന്നു. ദീപ്തിയുടെ കേസിലെ അതേ രാജീവിനെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. ഇത് ആന്റണിക്ക് മനസ്സിലായി. ആ കേസിൽ ദീപ്തി മരിച്ചെങ്കിലും അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി രാജീവിനെതിരെ ഐറിൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇര മരിച്ചുപോയാൽ അവർക്ക് വേണ്ടി നീതി വാങ്ങിക്കൊടുക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണ് എന്നവൾ ഇടയ്ക്കൊക്കെ സാമിനോട് പറയുമായിരുന്നു. എന്തായാലും താൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് സാമിനെയും വീണയെയും ആന്റണി അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. പക്ഷെ വീണ അവിടെ നിന്ന് നേരെ പോകുന്നത് രാജീവിന്റെ അടുത്തേക്കാണ്. രാജീവ് അവളുടെ ഒരു കസിനായിരുന്നു. രാജീവ് തന്റെ കസിനാണെന്നുള്ള വിവരം വീണ ഐറിനോടോ സാമിനോടോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീണ അവിടെ എത്തുമ്പോൾ രാജീവിന്റെ ശരീരത്തിലെല്ലാം പലതരത്തിലുള്ള മുറിവുകളും അവന്റെ ഡ്രസ്സൊക്കെ ആകെ കീറിയുമിരുന്നു. ഇന്നലെ രാത്രി അവൻ എവിടെയോ പോയിട്ടുണ്ടെന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പായിരുന്നു. ഐറിന്റെ മിസ്സിങ്ങിന്റെ പിന്നിലും രാജീവ് ആണോ എന്നുള്ള സംശയവും അവൾക്കുണ്ടായിരുന്നു. അവൾ പലതവണ അവനോട് ചോദിച്ചെങ്കിലും താനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് രാജീവ് പറയുന്നത്. സാം അവിടെ നിന്ന് നേരെ പോകുന്നത് ദേവൻ എന്ന് പറയുന്ന SIയെ കാണാനാണ്. ഐറിനുമായിട്ട് എന്തായിരുന്നു ബന്ധം എന്ന് അയാൾ ചോദിക്കുന്നു. ദീപ്തിയുടെ കേസിൽ ഐറിനെ സഹായിച്ചു കൊണ്ടിരുന്നത് ഇയാളാണ്. രാജീവിനെതിരെ നിർണായകമായ മൊഴി കൊടുക്കേണ്ടത് അടുത്ത ഹിയറിംഗിലായിരുന്നു. ഐറിനായിരുന്നു ആ മൊഴി കൊടുക്കേണ്ടിയിരുന്നത്. ഒരുപക്ഷെ അവളുടെ മിസ്സിങ്ങിന് പിന്നിലും ഈ കേസ് ഒരു കാരണമാകാം എന്ന് ദേവൻ പറയുന്നു. ഇതോടെ സാം ആകെ പേടിക്കാൻ തുടങ്ങി. ഈ കേസിൽ നിന്നും അവളെ ഒഴിവാക്കാൻ വേണ്ടി ആരെങ്കിലും കൊന്നുകളഞ്ഞതാണോ എന്ന് പോലും അവർ സംശയിക്കുന്നു. ഐറിന്റെ മിസ്സിംഗ് കേസ് TV-യിലെല്ലാം കാണിക്കുന്നത് കൊണ്ട് തെരേസയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അവരാകെ ടെൻഷനാവുകയും ചെയ്യുന്നു. പോലീസുകാർ രാത്രി ഐറിൻ കയറിയ സൂപ്പർ മാർക്കറ്റുകളിൽ കയറി അവിടുത്തെ CCTV എല്ലാം പരിശോധിക്കുന്നു. അവൾ അവിടെ എത്തി അവിടെ നിന്നും 1 മണിക്ക് പുറത്തിറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ജോണിയും വിദ്യയും പറഞ്ഞെങ്കിലും ആന്റണി അവരെ സ്ഥലത്തേക്ക് പറഞ്ഞയക്കാതെ മറ്റൊരു വഴിയിലേക്ക് അവരെ നോക്കാൻ പറഞ്ഞു വിടുന്നു. എന്നിട്ട് അവളുടെ വണ്ടി പോകാൻ സാധ്യതയുള്ള റൂട്ടിലേക്ക് ആന്റണി തനിച്ചാണ് പോകുന്നത്. അവിടെയുള്ള ഒരു കടയിൽ കയറി അവിടുത്തെ CCTV പരിശോധിക്കുന്നു. ആ CCTV പരിശോധിക്കുമ്പോൾ ആ കടയുടെ മുമ്പിലായിട്ട് ഐറിന്റെ കാർ നിർത്തിയിട്ടിട്ട് അവൾ വീട്ടുകാരോട് സംസാരിക്കുന്നത് അതിൽ കാണാം. ആ സമയം ആന്റണിയുടെ പോലീസ് ജീപ്പും അവിടെ കിടപ്പുണ്ട്. അവൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആരോ അവളുടെ ഡോറിനടുത്തേക്ക് വന്നു എന്ന് സാം പറഞ്ഞില്ലേ, അത് ശരിക്കും ആന്റണി ആയിരുന്നു. നോ പാർക്കിങ്ങിൽ കൊണ്ടുപോയാണ് ഐറിൻ വണ്ടി നിർത്തിയിട്ടിരുന്നത്. ആ പേരിൽ അവളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ആ കാറിനടുത്തേക്ക് ചെന്നതാണ് ആന്റണി. കൂടാതെ ഈ ദീപ്തി കേസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഐറിൻ അല്ലേ എന്ന് ചോദിച്ച് അവിടെ കിടന്ന് ആന്റണി കുറച്ച് ചൂടാവുകയും ചെയ്തു. എന്നാൽ അയാൾ കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഐറിൻ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്നും മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ വേണ്ടി നോക്കിയപ്പോൾ ആന്റണി വീണ്ടും ചൂടായി. എന്നാൽ അവൾ പെട്ടെന്ന് തന്നെ കാർ എടുത്ത് അവിടുന്ന് പോയി. അവളുടെ വണ്ടിയെ പിന്തുടർന്ന് ദേഷ്യത്തിൽ ആന്റണിയും പോകുന്നുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളെല്ലാം മറ്റു പോലീസുകാർ കാണാതിരിക്കാൻ വേണ്ടി ആ കടയുടമയും കാണാതെ ആന്റണി ഡിലീറ്റ് ചെയ്തു. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ CCTV വർക്കിംഗ് അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയെന്നും കടയുടമയോട് പറയുന്നു. ഇവിടെ വീണ പലതവണ ചോദിച്ചിട്ടും രാജീവ് പറയുന്നുണ്ട്, തലേന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല, എങ്കിലും അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമെന്ന് പേടിച്ച് അവൾ ആന്റണിയോട് വന്ന് കാര്യങ്ങളെല്ലാം പറയുന്നു. രാജീവ് തന്റെ കസിനാണെന്നുള്ള കാര്യം ഐറിനോടും സാമിനോടും തുറന്നു പറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ വീണ പറയുന്നുണ്ട്, ഐറിനെ പരിചയപ്പെടുകയും നല്ല ഫ്രണ്ട്ഷിപ്പ് ആവുകയും ചെയ്ത ശേഷമാണ് ഈ കേസ് ഐറിൻ കൊടുക്കുന്നത്. രാജീവ് തന്റെ കസിനാണ് എന്നുള്ള കാര്യം അവളോട് പറഞ്ഞാൽ ഒരുപക്ഷെ ആ സൗഹൃദം തന്നെ ഇല്ലാതായേക്കാം. അത് പേടിച്ചിട്ടാണ് രാജീവിന്റെ കാര്യം ഐറിനോട് പറയാതിരുന്നത്. ഒരു പോലീസുകാരൻ അവിടെയുള്ള പല CCTV ക്യാമറകളും പരിശോധിച്ചിട്ട് ആന്റണിയോട് വന്ന് പറയുന്നുണ്ട്, ഐറിന്റെ വണ്ടി അവിടെയുള്ള പെട്രോൾ പമ്പ് കടന്നു പോയിട്ടില്ല, എന്നാൽ നമ്മുടെ പോലീസ് ജീപ്പ് അതുവഴി കടന്നു പോയിട്ടുമുണ്ട്. ആ പെട്രോൾ പമ്പിനടുത്തുള്ള ഏതെങ്കിലും ഫോറസ്റ്റ് ഏരിയയിലായിരിക്കാം ആ കാർ മിസ്സായിട്ടുണ്ടാവുക. ആ ഏരിയയൊക്കെ ഞാനൊന്ന് തിരക്കട്ടെ എന്ന് അയാൾ ചോദിച്ചതും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് ആന്റണി പറയുന്നു. ഫോറസ്റ്റ് ഏരിയയിൽ തിരയുന്നതിനിടയിൽ ഐറിന്റെ മൃതദേഹം അവർ കണ്ടെത്തുന്നു. അവളെ വളരെ ക്രൂരമായാണ് കൊലപ്പെടുത്തിയിരുന്നത്. കല്ലോ മറ്റോ എന്തോ ഉപയോഗിച്ച് അവളുടെ ശരീരം മുഴുവൻ ഇടിച്ച് ചതച്ചിട്ടുണ്ടായിരുന്നു. ശരീരത്തിന്റെ പല ഭാഗങ്ങളും തകർന്ന നിലയിലായിരുന്നു. ഈ കാഴ്ചകളൊക്കെ കണ്ട് സഹിക്കാനാവാതെ നിൽക്കുകയായിരുന്നു സാമും തെരേസയും. പോസ്റ്റ്മോർട്ടത്തിൽ ഐറിന്റെ നാക്കും ചൂണ്ടുവിരലുകളും മുറിച്ച നിലയിലായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നു. ഇത് ഏതോ വൈരാഗ്യത്തിന്റെ പേരിൽ ചെയ്ത കൊലപാതകമാണ്. അവളെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടില്ല. ഐറിന്റെ കേസ് ആന്റണി അന്വേഷിക്കുന്നതിൽ സാമിന്
സാമിന് എതിർപ്പുണ്ടായിരുന്നു. സാം ഇത് കാരണം ഒരു പരാതി നൽകുന്നു. ഐറിനുമായിട്ട് നേരത്തെ തന്നെ ആന്റണിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഐറിന്റെ കേസ് മറ്റൊരു പോലീസുകാരൻ അന്വേഷിക്കണമെന്നായിരുന്നു അയാളുടെ ഭാഗം. അങ്ങനെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി വരുന്നത് DYSP ഫിറോസ് ആയിരുന്നു. ഐറിന്റെ കേസിൽ പ്രധാനമായും സംശയിക്കപ്പെടുന്ന വ്യക്തിയായ സജീവ് ഇപ്പോൾ ഒളിവിലാണ്. അവനെ തിരഞ്ഞിട്ടും ഒരു വിവരവും ഇതുവരെ ലഭ്യമല്ല. ഐറിന്റെ ശരീരത്തിൽ നിന്ന് വിരലടയാളങ്ങളൊന്നും കണ്ടെത്താനായില്ല. പക്ഷേ ഐറിന്റെ അച്ഛനായ സാമിനെ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്ന് വിദ്യ പറയുന്നു. സാം കുട്ടിക്കാലത്ത് ഒരു അനാഥാലയത്തിലാണ് വളർന്നത്. ബുദ്ധിശക്തി കൂടുതലായതുകൊണ്ട് അവിടുത്തെ സിസ്റ്റേഴ്സ് അയാളെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു. ഒരു സുഹൃത്തിനൊപ്പം എറണാകുളത്ത് സാം സൈബർ സെക്യൂരിറ്റി കമ്പനി ആരംഭിച്ചു. കമ്പനി വളർന്നപ്പോൾ പങ്കാളികളിൽ ഒരാളായ സാമിന്റെ സുഹൃത്ത് സർക്കാർ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് തീവ്രവാദ ബന്ധമുള്ള മറ്റു സുഹൃത്തുക്കൾക്ക് കൈമാറി. ഇതിന്റെ പേരിൽ സാമിന്റെ കമ്പനി അടിച്ചുപൂട്ടേണ്ടി വന്നു. കേസിൽ സാമിന് പങ്കില്ലെങ്കിലും കമ്പനിയിലെ പങ്കാളി ചെയ്ത തെറ്റിന് സാമും ബുദ്ധിമുട്ടി. ഇതിനോടകം ജോലിയും ഭാവിയും എല്ലാം നഷ്ടപ്പെട്ട അയാൾക്ക് ഇപ്പോൾ മകളെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അയാളുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. ഐറിന്റെ മരണാനന്തര ചടങ്ങുകളിൽ തകർന്നു നിൽക്കുന്ന സാമിനെയും തെരേസയെയും നമുക്ക് കാണാൻ കഴിയും. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ഒരു വർഷമായി ഐറിൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന പ്രധാന കേസിലെ പ്രതി ആന്റണിയാണെന്നുള്ള വാർത്ത റിപ്പോർട്ടുകളിൽ കാണിക്കുന്നു. ആന്റണി ശരിയായ രീതിയിൽ ഇടപെടാത്തത് കൊണ്ടല്ലേ അവൾ ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് ആന്റണിക്കെതിരെ ഐറിൻ കേസ് കൊടുത്തിട്ടുണ്ടാവും എന്ന് അവർ പറയുന്നു. വാർത്തകളെല്ലാം കണ്ട ശേഷം ഫിലിപ്പ് ഭാഗമെടുത്ത് ഹോസ്റ്റൽ റൂമിലേക്ക് പോകുന്നു. അപ്പോൾ കോൺസ്റ്റബിൾ പറയുകയാണ് അയ്യരുടെ കാറ് പോയ വഴിയിൽ രാജീവിന്റെ കാറും പോയിരുന്നുവെന്ന്. അങ്ങനെ സംശയം രാജീവിലേക്ക് നീങ്ങുകയാണ്. രാജീവിനെ ഇതുവരെ കാണാത്തത് ആരെങ്കിലും അയാളെ സംരക്ഷിക്കുന്നത് കൊണ്ടാകാമെന്ന് ഫിറോസിന് സംശയമുണ്ട്. ഇതേസമയം ആന്റണി രാജീവിനൊപ്പം മദ്യപിക്കുന്ന വീഡിയോ ബാറിൽ പോയി ആരും അറിയാതെ ആന്റണി ഡിലീറ്റ് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ആന്റണിക്ക് ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നതാണ്. താൻ രാജീവ് ആണെന്നും ഉടൻ വിളിക്കണമെന്നും അതിൽ പറയുന്നു. രാജീവിന്റെ നമ്പർ ഓൺ ആയതും ഫിറോസും ടീമും ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ആന്റണി മെസ്സേജ് അയച്ച ആ നമ്പറിലേക്ക് വിളിക്കുന്നു. അത് രാജീവിന്റെ അമ്മയുടെ നമ്പറാണ്. ഇത് ആരാണെന്ന് ആന്റണി ചോദിക്കുമ്പോൾ അവരും തിരിച്ച് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആന്റണി കാര്യങ്ങൾ പറയുമ്പോൾ അവര് പറയും സാറിന്റെ പേരിൽ ഒരു പാഴ്സൽ ഇവിടെ വന്നിട്ടുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് അവർ പറയുന്നു. ഇതോടെ ആന്റണിക്ക് മനസ്സിലായി മെസ്സേജ് അയച്ചത് അവരല്ലെന്ന്. പക്ഷേ അവരുടെ ഫോണിൽ നിന്നാണ് മെസ്സേജ് വന്നത്. ആന്റണി വേഗം അവിടെ എത്തി. പാഴ്സൽ തുറന്നു നോക്കുമ്പോൾ അത് രാജീവിന്റെ ഫോണായിരുന്നു. അതിന്റെ വാൾപേപ്പർ ആന്റണിയുടെ ഫോണിലെ വാൾപേപ്പർ പോലെ തന്നെ ആരോ മാറ്റിയിരുന്നു. മാത്രമല്ല രാജീവിന്റെ ഫോണിന്റെ പാസ്വേഡ് തന്നെയായിരുന്നു അതിന് വിട്ടിരിക്കുന്നത്. ആദ്യം അമ്മയോട് പാസ്വേഡ് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല എന്ന് പറയുന്നു. പിന്നീട് ആ വാൾപേപ്പർ കാണുമ്പോൾ ആന്റണിക്ക് സംശയം തോന്നുന്നു. അങ്ങനെ ആന്റണി സ്വന്തം പാസ്വേഡ് ആ ഫോണിൽ അടിച്ചു കഴിയുമ്പോൾ അത് ഓപ്പൺ ആകുന്നു. അതിനുള്ളിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാജീവിന്റെ ഫോൺ ഓൺ ആയതുകൊണ്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഫിറോസും ടീമും അവിടേക്ക് എത്തുന്നു. ആന്റണി ആ വീഡിയോ ഫിറോസിനെയും കാണിക്കുന്നു. വീഡിയോയിൽ സാം ആന്റണിയോട് പറയുന്നു നിങ്ങൾ ഇവനെ എവിടെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. എന്റെ മകൾ ആഗ്രഹിച്ച പോലെ മരിച്ചവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ജീവിച്ചിരിക്കുന്നവർ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് സാം രാജീവിനെ ചാക്കിൽ കെട്ടി ദൂരെ എറിയുന്നു. എന്നിട്ട് കുറെ നായ്ക്കളെ അവന്റെ അടുത്തേക്ക് അഴിച്ചുവിടുന്നു. കുറെ നേരത്തേക്ക് നിലവിളി കേൾക്കാം. പിന്നെ ഒന്നും കേട്ടില്ല. അവൻ മരിച്ചുവെന്ന് അവർ ഉറപ്പിച്ചു. മകളുടെ മരണത്തിന് കാരണക്കാരായ ഒരാൾ മരിച്ചു, രണ്ടാമത്തേത് നീയാണ്, നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞാണ് ആ വീഡിയോ അവസാനിക്കുന്നത്. ആന്റണിയുടെ മേലുദ്യോഗസ്ഥൻ അയാളോട് ഈ കേസിൽ പങ്കുണ്ടോ എന്നും ഐറിനെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നും ചോദിക്കുന്നു. രാജീവ് ആരാണെന്ന് പോലും തനിക്കറിയില്ല എന്നാണ് ആന്റണി പറയുന്നത്. ഈ കേസിൽ തനിക്ക് പങ്കുള്ള ഏതെങ്കിലും തെളിവുണ്ടെങ്കിൽ കീഴടങ്ങാമെന്നും ആന്റണി പറയുന്നു. എന്നാൽ അയാൾക്കെതിരെ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. രാജീവ് കൊല്ലപ്പെട്ടത് എവിടെ വെച്ചാണെന്നോ എന്നാണെന്നോ അവന്റെ മൃതദേഹം എവിടെയാണെന്നോ ഫിറോസിനും ടീമിനും കണ്ടെത്താനായിട്ടില്ല. സാമിന്റെ വീഡിയോ മാത്രമായിരുന്നു രാജീവ് കൊല്ലപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവ്. അന്നു മുതൽ കുറച്ച് ദിവസത്തേക്ക് മെഡിക്കൽ ലീവ് എടുത്ത് വിശ്രമിക്കാനായിരുന്നു ആന്റണിയുടെ പദ്ധതി. എന്നാൽ ആ സമയം മീഡിയ സ്റ്റേഷനിലേക്ക് ഒരു സന്ദേശം വരുന്നു. ഐറിൻ കേസിലെ പ്രതി ഉടൻ സ്റ്റേഷനിൽ കീഴടങ്ങുമെന്നായിരുന്നു ആ സന്ദേശം. ഇത് കേട്ട് ആന്റണി ഞെട്ടുന്നു. ലീവിന് പോകാതെ അവിടെ തന്നെ കാത്തിരിക്കുന്നു. പ്രതി കീഴടങ്ങാൻ വരുന്നു എന്ന് പറഞ്ഞ് മീഡിയയുടെ ഓഫീസിലേക്ക് ഒരു കോൾ വന്നതാണ്. ആ കോൾ വന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അതേസമയം രാജീവിനെ കൊന്ന ശേഷം സാമിന്റെ ഒരു വിവരവും കിട്ടാത്തതുകൊണ്ട് ഫിറോസും സംഘവും തെരേസയെ തേടി അവിടെ എത്തുന്നു. സാം പോയ ശേഷം വിളിച്ചിട്ടില്ലെന്ന് തെരേസ പറയുന്നു. എന്തൊക്കെയാണെങ്കിലും സാം ചെയ്തത് ശരിയാണെന്ന് തെരേസ പറയുന്നു. ഞങ്ങളുടെ മകൾക്ക് നീതി കിട്ടിയല്ലോ. ഇതേസമയം ഇവിടെ പോലീസുകാരും മീഡിയയെ നോക്കി നിൽക്കെ സാം സ്റ്റേഷനിലേക്ക് വരുന്നു. പോലീസ് സാമിനെ മർദ്ദിച്ചുകൊണ്ട് രാജീവിന്റെ മൃതദേഹം എവിടെയാണെന്ന് ചോദിക്കുന്നു. പക്ഷെ സാം മറുപടി പറയുന്നില്ല. തന്റെ മകളുടെ കേസ് ഇനി ആരും അന്വേഷിക്കേണ്ടെന്ന് സാം പറയുന്നു. സാം കീഴടങ്ങാൻ വന്നതാണ് എന്നാണ് ആന്റണി ഉൾപ്പെടെ പലരും വിചാരിച്ചു വെച്ചത്. എന്നാൽ അയാളുടെ ഉദ്ദേശം അതല്ലായിരുന്നു. അയാൾ വ്യക്തമായ ഒരു ആസൂത്രണത്തോടെയാണ് അവിടേക്ക് വന്നത്. സാമിന്റെ മകൾ മരിച്ചതിന്റെ പിന്നിലെ രണ്ടാമത്തെ ആള് ആന്റണിയാണെന്ന് തുറന്നു പറയാൻ സാം ആന്റണിയോട് ആവശ്യപ്പെട്ടു.
ആവശ്യപ്പെടുന്നു. രാജീവ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നോടത് പറഞ്ഞിട്ടുണ്ട് എന്ന് സാം അയാളോട് പറയുന്നു. ഇത് കേട്ട് കൂടെയുണ്ടായിരുന്ന പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുന്നതാണ് നല്ലതെന്ന് സാം പറഞ്ഞപ്പോൾ താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ആന്റണി മറുപടി നൽകിയത്. സാം വിഡ്ഢിത്തം വിളിച്ചു പറയുകയാണെന്നും ഇയാൾ കീഴടങ്ങിയ വിവരം ഫിറോസിനെ അറിയിക്കാൻ ആന്റണി പോലീസുകാരനോട് പറയുന്നു. എന്നാൽ ഇത് മണ്ടത്തരമാണെന്നും ഇതിന്റെ ഉത്തരവാദിയെല്ലാം താനായിരിക്കുമെന്നും സാം പറയുന്നു. ഇനി ഈ സ്റ്റേഷനിൽ എന്തെങ്കിലും അസ്വാഭാവികമായി നടന്നു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ആന്റണിക്കാണെന്ന് സാം തറപ്പിച്ചു പറയുന്നു. എന്താണ് സാമിന്റെ ഉദ്ദേശമെന്ന് ആന്റണി ചോദിക്കുമ്പോൾ ഫോൺ ചെയ്യാൻ അവിടുത്തെ ഫോൺ കൊടുക്കാമോ എന്ന് സാം ചോദിക്കുന്നു. ഫോൺ കൊടുത്തപ്പോൾ പ്രതി കീഴടങ്ങാൻ വരുന്നുവെന്ന് മീഡിയയുടെ ഓഫീസിലേക്ക് വിളിച്ച നമ്പറിലേക്കാണ് അവസാനം ആന്റണി വിളിച്ചത്. അതേ നമ്പറിലേക്ക് തന്നെ സാം വീണ്ടും വിളിച്ചു. ഈ നമ്പർ ഓർത്തു വെച്ചോളൂ, ഇത് നിങ്ങൾക്ക് ആവശ്യം വരും, സാം ആന്റണിയോട് പറയുന്നു. ആ ഫോൺ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്ക് ബോധം വന്നു കഴിയുമ്പോൾ അയാൾ ആ ഫോൺ എടുത്തോളും എന്ന് സാം പറയുന്നു. ലൗഡ് സ്പീക്കറിലിട്ടാണ് സാം സംസാരിക്കുന്നത്. ഫോൺ എടുത്തയാളുടെ ശബ്ദം കേട്ട് ആന്റണി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിപ്പോയി. അത് ആന്റണിയുടെ മകൻ ഫിലിപ്പിന്റെ ശബ്ദമായിരുന്നു. ഫിലിപ്പിനെ സാം ഒരു പെട്ടിയിലാക്കി മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഫിലിപ്പ് പരിഭ്രാന്തിയോടെ സംസാരിക്കാൻ തുടങ്ങി. ആന്റണി ഫോൺ എടുത്ത് സംസാരിച്ചു. താൻ ആന്റണിയാണെന്ന് പറഞ്ഞിട്ട് പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ലെന്നും തിരിച്ചു വിളിക്കാമെന്നും പറഞ്ഞ് ആന്റണി ഫോൺ കട്ട് ചെയ്തു. ശേഷം മകൻ എവിടെയെന്ന് സാമിനോട് ചോദിക്കുന്നു. ഫിലിപ്പിന്റെ ലൊക്കേഷൻ കണ്ടെത്താൻ ആന്റണി പോലീസുകാരോട് പറയുന്നു. എന്നാൽ ഫിലിപ്പ് എവിടെയാണെന്ന് താൻ പറയില്ലെന്നും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാനുമാണ് സാം പറയുന്നത്. ദേഷ്യം വന്ന ആന്റണി തോക്കെടുത്ത് സാമിന്റെ നെറ്റിയിൽ വെച്ച് മകൻ എവിടെയെന്ന് ചോദിക്കുന്നു. പറഞ്ഞില്ലെങ്കിൽ കൊല്ലുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ മരണത്തെ ഭയന്ന് പറയില്ലെന്ന് സാം മറുപടി നൽകുന്നു. കാരണം സാം വിഷം കഴിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഏത് നിമിഷവും മരിക്കും. മരിക്കുന്നതിന് മുൻപ് ഫിലിപ്പ് എവിടെയാണെന്ന് അയാൾ പറയുകയുമില്ല. ഇത് കണ്ടുപിടിക്കേണ്ടത് ആന്റണിയാണ്. ഐറിനെ കൊന്നത് താനല്ലെന്നും രാജീവിനെ തനിക്ക് അറിയില്ലെന്നും ആന്റണി പറയുന്നു. മകൻ എവിടെയാണെന്ന് പറയാൻ ആന്റണി സാമിനോട് കെഞ്ചുന്നു. എന്നാൽ സാം അവിടെയുള്ള ന്യൂസിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. തനിക്ക് രാജീവിനെ അറിയില്ലെന്ന് കള്ളം പറഞ്ഞ ആന്റണിയുടെ കള്ളം പൊളിയുന്നു. അന്ന് രാത്രി ഐറിനെ ആന്റണി പിന്തുടർന്നു പോകുന്നതും രാജീവും ആന്റണിയും ഒരുമിച്ച് ബാറിൽ മദ്യപിക്കുന്നതുമായ ദൃശ്യങ്ങൾ ആന്റണി CCTVയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരുന്നു. അതെല്ലാം സാം വീണ്ടെടുത്ത് മീഡിയയ്ക്ക് കൊടുത്തു. എല്ലാ ചാനലുകളിലും ഇപ്പോൾ അതാണ് കാണിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് ആന്റണിയോടുള്ള സംശയം കൂടി വന്നു. ആന്റണി തന്നെയാണോ ഐറിനെ കൊന്നത് എന്നുള്ള സംശയം അവർക്ക് പലർക്കും ഉണ്ടായിരുന്നു. തന്റെ മകൾ മരിച്ച ശേഷം താനും തെരേസയും അനുഭവിച്ച വേദന ആന്റണിയും അറിയണമെന്ന് സാം പറഞ്ഞു. രക്ഷിക്കാൻ പറ്റാതെ നിന്റെ കൺമുമ്പിൽ കിടന്നു തന്നെ നിന്റെ മകൻ മരിക്കുമെന്നും സാം ആന്റണിയോട് പറയുന്നു. ഒരു സൂചന നൽകാമെന്നും സാം പറയുന്നു. ഫിലിപ്പിനെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും താൻ ഇവിടെ എത്താൻ 15 മിനിറ്റ് എടുത്തു. ഇവിടെ വന്നിട്ട് 15 മിനിറ്റായി. ആകെ അരമണിക്കൂറായി. നിന്റെ മോൻ എത്ര സമയം ആ പെട്ടിയിൽ ജീവനോടെ ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ലെന്നും 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒരുപക്ഷെ ഉണ്ടാകും, അതിനുള്ളിൽ അവൻ മരിക്കുമെന്നും സാം പറയുന്നു. ഗതികെട്ട ആന്റണി മീഡിയയുടെ മുന്നിൽ കുറ്റം സമ്മതിക്കാമെന്നും തെറ്റുകളെല്ലാം തന്റെ ഭാഗത്താണെന്നും ഏറ്റുപറയാമെന്നും സാമിനോട് പറയുന്നു. എന്നാൽ സാം അവസാനമായി ആന്റണിയോട് ഹാപ്പി ഫാദേഴ്സ് ഡേ പറഞ്ഞ് അവിടെ മരിച്ചു വീഴുന്നു. മകൻ എവിടെയാണെന്ന് പറയാതെ സാം അവിടെ മരിച്ചു കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആന്റണി പകച്ചു നിൽക്കുന്നു. സാമിന്റെ വരവിനെ കുറിച്ചുള്ള വിവരം DYSP ഫിറോസ് അറിയുന്നു. എന്നാൽ അയാളാണെങ്കിൽ തെരേസയുടെ അടുത്താണ്. സാം മരിച്ച വിവരം അവരറിയാൻ പാടില്ല. ഇതിനിടയിൽ മീഡിയയോ പുറത്തുള്ളവരോ സാം മരിച്ച കാര്യം ആരും അറിയാൻ പാടില്ലെന്ന് പോലീസുകാരോട് പറയുന്നു. ആന്റണിക്ക് ഈ കേസിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് മകനെ രക്ഷിക്കാൻ മറ്റു പോലീസുകാർ അനുവദിക്കില്ലെന്നറിയാം. അതുകൊണ്ട് ആരും അറിയാതെ ഫിലിപ്പിനെ കണ്ടെത്താനായി ആന്റണി ശ്രമിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് തന്നോടൊപ്പം നിൽക്കാൻ വേണ്ടി ആന്റണി ആവശ്യപ്പെടുന്നു. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം. 1 മണിക്കൂറിനകം എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫിലിപ്പിനെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ആരും അറിയാതെ സാമിന്റെ ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ആന്റണി ഫിലിപ്പിനെ വിളിക്കുന്നു. സാം പെട്ടിക്കുള്ളിൽ ഇട്ടിരുന്ന ഫോൺ ഒരു പഴയ ഫോണായിരുന്നു. അതിൽ വാട്സപ്പ് ഇല്ല, ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ ഒരു മാർഗവുമില്ല. വിളിക്കാൻ മാത്രമേ കഴിയൂ. ഫിലിപ്പിനെ തിരിച്ചു വിളിക്കാൻ കഴിയുകയില്ല. ലൊക്കേഷൻ മനസ്സിലായോ എന്ന് ഫിലിപ്പ് ടെൻഷനോടെ ചോദിക്കുമ്പോൾ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആന്റണി മറുപടി നൽകുന്നു. ഫോണിൽ ചാർജും വളരെ കുറവാണ്. സാം എവിടെ നിന്നാണ് നിന്നെ തട്ടിക്കൊണ്ടുപോയത് എന്ന് ചോദിച്ചപ്പോൾ ഫിലിപ്പ് പറഞ്ഞത് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു ക്യാബിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരാൾ വന്ന് വഴി ചോദിച്ചു. എന്നിട്ട് മുഖത്ത് സ്പ്രേ അടിച്ചു. പിന്നെ ബോധം വന്നപ്പോൾ അവൻ ഒരു പെട്ടിക്കുള്ളിലായിരുന്നു. ഒപ്പം ഈ ഫോണും ഉണ്ടായിരുന്നു. ഫിലിപ്പ് വിളിക്കുന്ന ഫോണിൽ നിന്ന് പുറത്തേക്ക് വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ശരിയാക്കാൻ ആന്റണിയുടെ കൂടെയുള്ള പോലീസുകാരോട് ആവശ്യപ്പെടുന്നു. അത്യാവശ്യമുണ്ടെങ്കിൽ ആന്റണിയെ വിളിക്കാനാണ് ഇത്. ഫിലിപ്പ് ഉള്ള സ്ഥലത്ത് നിന്ന് ഇവിടെ എത്താൻ സാമിന് 15 മിനിറ്റ് എടുത്തു. അതുകൊണ്ട് ഇവിടെ നിന്ന് 15 മിനിറ്റ് ദൂരമുള്ള എവിടെയോ ആണ് ഫിലിപ്പ് ഉണ്ടാകുന്നത്. അത് ആന്റണിക്ക് ഊഹിക്കാമായിരുന്നു. അങ്ങനെ 15 മിനിറ്റ് ദൂരമുള്ള എല്ലാ സ്ഥലങ്ങളും കൂടുതൽ പോലീസുകാരോട് തിരയാൻ പറഞ്ഞുവിട്ടു. സാം ഫിലിപ്പിന്റെ കൂടെ ആ പെട്ടിയിലിട്ട ഫോണിന്റെ വിവരങ്ങൾ എടുത്തപ്പോൾ അത് ആലുവയിലുള്ള മുഹമ്മദ് മുസ്തഫ എന്നൊരാളുടെ പേരിലുള്ളതാണ് ആ നമ്പർ. പക്ഷേ ആ ഫോണിന്റെ ലൊക്കേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും പല സ്ഥലങ്ങളാണ് കാണിക്കുന്നത്. കാരണം സാം അത് ആ രീതിയിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഫിലിപ്പ് വിളിക്കുന്ന ഈ നമ്പർ ഓർത്തു വെക്കാൻ ആന്റണിയോട് സാം പറഞ്ഞിരുന്നല്ലോ. ആന്റണി ആ നമ്പർ ശ്രദ്ധിച്ച ശേഷം ആലുവ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. മുസ്തഫ എന്നൊരാളുടെ പേരിലാണ് ഈ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു കേസിന്റെ വിവരങ്ങൾ എടുക്കാൻ അവിടെയുള്ള കോൺസ്റ്റബിളിനോട് പറയുന്നു. കേസ് നമ്പറും ആന്റണി പറഞ്ഞു കൊടുത്തു.
എന്താണ് സംഭവിക്കുന്നതെന്ന് ബാക്കിയുള്ള പോലീസുകാർക്ക് മനസ്സിലായിട്ടില്ല. 2001 ഫെബ്രുവരി 10 ഒരു പെൺകുട്ടിയുടെ മൃതദേഹം പാരലൽ കോളേജിന്റെ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. 16 വയസ്സുള്ള പ്രിയ എന്ന കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നതായിരുന്നു കേസ്. അഹമ്മദ് മുസ്തഫ എന്നൊരു അധ്യാപകനായിരുന്നു പ്രതി. ഇതേ ആളുടെ പേരിലാണ് ഇപ്പോൾ ഫിലിപ്പിന്റെ കയ്യിലുള്ള നമ്പർ ഉള്ളത്. 2001 ഇയാളെ അറസ്റ്റ് ചെയ്തു, 20 വർഷം ശിക്ഷിച്ചു. ഈ മുസ്തഫ ഇപ്പോൾ എവിടെയുണ്ടെന്നും എന്താണ് ചെയ്യുന്നതെന്നും കണ്ടുപിടിക്കാൻ ആന്റണി ആലുവയിലുള്ള കോൺസ്റ്റബിളിനോട് പറയുന്നു. പിന്നീട് ഫോൺ വെച്ചു. ജോണി ചോദിച്ചു, എന്തിനാണ് ഈ പഴയ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്? അപ്പോൾ ആന്റണി പറഞ്ഞു, സാം നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഓരോ സൂചനകൾ തരികയാണ്. ഫിലിപ്പിന്റെ കയ്യിൽ സാം കൊടുത്ത ഫോണാണ് ആദ്യത്തെ സൂചന. ആ നമ്പറും ആന്റണി അന്വേഷിക്കുന്ന കേസിന്റെ വിവരവും തമ്മിൽ ബന്ധമുണ്ട്. ആ കേസിലെ പ്രതിയായ ആളുടെ പേരിലാണ് ഫിലിപ്പിന്റെ കയ്യിലുള്ള മൊബൈൽ കണക്ഷൻ. സാറിന് ഇതിൽ എന്താണ് ബന്ധമെന്ന് ജോണി ചോദിച്ചപ്പോൾ ആന്റണി പറഞ്ഞു, താൻ SI ആയി ആദ്യമായി അന്വേഷിച്ച കേസാണിത്. അന്ന് ആ പെൺകുട്ടിയുടെ മരണത്തിൽ മുസ്തഫയെ അറസ്റ്റ് ചെയ്തതും ചോദ്യം ചെയ്തതും ആന്റണിയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ആന്റണിക്ക് ഒരു കോൾ വരുന്നു. സാമിന്റെ മൃതദേഹം അവിടെ സുരക്ഷിതമായിട്ടുണ്ട്. ഡോക്ടർക്ക് ഫിലിപ്പുമായി സംസാരിക്കണം. ആന്റണി ഫിലിപ്പിന്റെ ഫോണിലേക്ക് വിളിച്ചു. ഡോക്ടറെ കോൺഫറൻസ് കോളിൽ എടുത്തു. ഡോക്ടർ ഫിലിപ്പിനോട് പരിഭ്രമിച്ച് ശ്വാസം എടുക്കരുതെന്നും ഓക്സിജൻ പരമാവധി ലാഭിക്കണമെന്നും ഡോക്ടർ പറഞ്ഞു. ഫിലിപ്പ് പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പെട്ടിയിൽ നിറയുന്തോറും അവന്റെ ജീവൻ രക്ഷിക്കാനുള്ള ചാൻസും കുറഞ്ഞു വരികയാണ്. ഇതേ സമയം ആലുവ സ്റ്റേഷനിൽ നിന്ന് കോൺസ്റ്റബിൾ വിളിച്ചു. മരിച്ചുപോയ കുട്ടിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മരിച്ചുപോയി. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ മുസ്തഫ ആത്മഹത്യ ചെയ്തു. അയാൾ ഇപ്പോൾ ജീവനോടെ ഇല്ല. എന്നാൽ കോൺസ്റ്റബിൾ ഒരു കാര്യം കൂടി പറഞ്ഞു. മുസ്തഫയല്ല യഥാർത്ഥ കൊലപാതകയെന്നും അന്ന് ഭരിച്ചിരുന്ന MLA ഇന്ദ്രയുടെ മകനാണ് കൊന്നതെന്നും എല്ലാവരും അന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ തനിക്കറിയാമെന്ന് ആന്റണി മറുപടി കൊടുക്കുന്നു. കൂടുതൽ സംസാരിക്കാതെ ആന്റണി ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങിയതും കോൺസ്റ്റബിൾ മറ്റൊന്നുകൂടി പറഞ്ഞു. ആ MLAയെ ഇപ്പോൾ കാണാനില്ല. കുറച്ചു മുമ്പ് അവരുടെ മകൾ വിളിച്ചിരുന്നു. സാധാരണ ഗുരുവായൂരിൽ പോയിട്ട് വരാറുള്ളതാണ്. എന്നാൽ ഈ തവണ പോയിട്ട് അമ്മ ഇതുവരെ വന്നിട്ടില്ല. അവരുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അമ്മയെ ആരോ തട്ടിക്കൊണ്ടുപോയെന്നും അകമലയിലെ ലിബർട്ടി ഹോട്ടലിലെ 43-ാം നമ്പർ റൂമിലുണ്ടെന്നും മെസ്സേജ് വന്ന നമ്പറും കോൺസ്റ്റബിൾ ആന്റണിക്ക് കൊടുത്തു. അത് ആന്റണിയുടെ നമ്പർ ആയിരുന്നു. പക്ഷേ ആന്റണി ഒരു മെസ്സേജ് വായിച്ചിട്ടില്ല. ഇതെല്ലാം സാമിന്റെ കളിയാണെന്ന് ആന്റണിക്ക് മനസ്സിലായി. ഫിലിപ്പിന് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അവനെ വിളിച്ചെങ്കിലും കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് ഫോൺ ചാർജ് തീർന്ന് ഓഫായിപ്പോയി. ഇനി ഫിലിപ്പിനെ വിളിക്കാൻ കഴിയില്ല. സാം തന്ന സൂചനകൾ വെച്ച് ഫിലിപ്പിന്റെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും എത്തണം. സാം ഫിലിപ്പിന്റെ അടുത്ത് നിന്ന് സ്റ്റേഷനിലേക്ക് വന്ന വഴിയിലുള്ള CCTV ക്യാമറകളെല്ലാം പരിശോധിച്ചെങ്കിലും പല സ്ഥലത്തുകൂടി കാർ പോയതുകൊണ്ട് ഏത് ഏരിയയിൽ നിന്നാണ് വന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ന്യൂസിൽ കാണാതായ MLAയുടെ ചിത്രം കൂടി കാണിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രിയ കൊലക്കേസിലെ ശരിക്കുള്ള പ്രതി മുഹമ്മദ് മുസ്തഫ അല്ലെന്നും അന്ന് ആ കുറ്റം ചെയ്ത തന്റെ മകനാണെന്നും മകനെ രക്ഷിക്കാൻ അന്നത്തെ SI ആയ ആന്റണിക്ക് കൈക്കൂലി കൊടുത്ത് മുസ്തഫയെ അറസ്റ്റ് ചെയ്യിച്ചതാണെന്നും ഇതെല്ലാം ചെയ്യിച്ചത് താനാണെന്നും ആ MLA ഏറ്റുപറയുന്നു. അന്നത്തെ കേസിലെ ശരിക്കുള്ള കുറ്റവാളിയെ രക്ഷിക്കാൻ സഹായിച്ചത് ആന്റണി ആണെന്ന് അന്ന് എല്ലാവർക്കും മനസ്സിലായി. അന്ന് നടന്ന കാര്യങ്ങൾ ആന്റണിയുടെ മനസ്സിലൂടെ ഓർമ്മ വരുന്നു. പൈസയ്ക്ക് വേണ്ടി ആന്റണി MLAയുടെ മകനെ രക്ഷിക്കുകയും മുസ്തഫയെ പ്രതിയാക്കുകയും ചെയ്തു. എന്നാൽ ആന്റണി വാങ്ങിയ പൈസ ഭാര്യ മേരി കണ്ടുപിടിച്ചിരുന്നു. നാട്ടുകാർ പറയുന്ന പോലെ ഒരു പാവത്തിനെയാണല്ലോ നിങ്ങൾ ബലി കൊടുത്തത് എന്ന് മേരി ചോദിക്കുന്നു. ഈ പൈസ വാങ്ങി നിങ്ങൾ എന്നെയും കുഞ്ഞിനെയും നന്നായി നോക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരിക്കലും ഞങ്ങൾ സന്തോഷത്തോടെ ഉണ്ടാകില്ല. ഇവരുടെയൊക്കെ ശാപം ഞങ്ങളുടെ മേൽ ഉണ്ടാകുമെന്നും മേരി പറയുന്നു. പ്രസവത്തിന് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ പോലും മേരിക്ക് ആന്റണിയോട് ദേഷ്യമായിരുന്നു. ഭർത്താവ് ചെയ്ത തെറ്റിന്റെ ഫലം കുഞ്ഞ് അനുഭവിക്കുമെന്നും മേരി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പ്രസവത്തിൽ മേരി മരിച്ചു. അമ്മയില്ലാത്ത കുഞ്ഞിനെ ആന്റണി തനിച്ച് വളർത്തേണ്ടി വന്നു. സാം നൽകിയ സൂചനകളിൽ ആദ്യത്തേത് ഫിലിപ്പിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ നമ്പർ ആയിരുന്നു. രണ്ടാമത്തേത് ഇന്ദ്രയുടെ വീഡിയോയും. മൂന്നാമത്തെ സൂചന എന്തായാലും ഈ വീഡിയോയിൽ ഉണ്ടാകുമെന്ന് വിദ്യ പറയുന്നു. അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാഗമണിൽ നിന്നും സന്ധ്യ എന്ന പോലീസുകാരി വിളിക്കുന്നു. സാർ എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ കണ്ടിരുന്നുവെന്നും തിരിച്ചു വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നതെന്നും സന്ധ്യ പറയുന്നു. ഞാൻ എന്ത് മെസ്സേജാണ് അയച്ചതെന്ന് ആന്റണി തിരിച്ചു ചോദിക്കുന്നു. കാരണം ആന്റണി ഒരു മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം സാമിന്റെ പണിയായിരുന്നു. അയാൾ വെൽ പ്ലാൻഡ് ആയിരുന്നു. നിങ്ങളുടെ സ്റ്റേഷനിൽ കീഴടങ്ങാൻ വന്ന സാം 2 ദിവസം മുമ്പ് എന്നെ കാണാൻ വന്നിരുന്നു. അന്ന് അയാൾ എന്നോട് പറഞ്ഞ പേര് ആന്റണി സേവിയർ എന്നായിരുന്നു. അതായത് ഈ ആന്റണിയുടെ പേര്. ലിബർട്ടി ഹോട്ടലിലെ 403-ാം നമ്പർ റൂമിലാണ് താമസിക്കുന്നതെന്നും സാം സന്ധ്യയോട് പറഞ്ഞിരുന്നു. സാം എന്തിനാണ് നിങ്ങളെ കാണാൻ വന്നതെന്ന് ആന്റണി ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നു, അവരുടെ സ്റ്റേഷൻ പരിധിയിലുണ്ടായിരുന്ന കഴിഞ്ഞ ജനുവരി 15-ന് എലിസബത്ത് എന്ന് പറയുന്ന ഒരു കുട്ടി കൊലപാതകം ചെയ്യപ്പെട്ടു. എലിസബത്തിന്റെ കേസിലെ വിവരങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് സാം അവിടെ വന്നത്. കാരണം സാമിന്റെ മകൾ ഐറിന്റെ കേസുമായി എലിസബത്തിന്റെ കേസിന് നല്ല ബന്ധമുണ്ടായിരുന്നു. ഐറിനെ എങ്ങനെയാണോ ക്രൂരമായി കൊന്നത് അതുപോലെ തന്നെയാണ് എലിസബത്തിനെയും കൊന്നിരിക്കുന്നത്. എലിസബത്തിനെ കൊന്നയാളെ ഇതുവരെയും പിടിച്ചിട്ടില്ല. ഐറിന്റെ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ
വിവരങ്ങൾ തരാൻ പറ്റുമോ എന്ന് സന്ധ്യ ചോദിക്കുന്നു. കേസിന്റെ വിവരങ്ങൾക്ക് വേണ്ടി സ്റ്റേഷനിൽ നിന്ന് സന്ധ്യയെ തിരിച്ചു വിളിക്കും എന്ന് പറഞ്ഞ് ആന്റണി ഫോൺ കട്ട് ചെയ്യുന്നു. സാമിന്റെ അടുത്ത സൂചന എലിസബത്ത് കേസാണെന്ന് ആന്റണിക്ക് മനസ്സിലായി. ഇതേ സമയം ഹോസ്പിറ്റലിൽ മരിച്ചു കിടക്കുന്ന സാമിന്റെ ഫോട്ടോ എടുത്ത് ഒരാൾ മീഡിയയ്ക്ക് കൊടുക്കുന്നു. സാം ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുകയാണ് എന്നാണ് മേലധികാരികളെല്ലാം വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അവിടെ വെച്ച് സാം മരിച്ചതും ആന്റണിയും കൂട്ടുകാരും രഹസ്യമായി അയാളുടെ മൃതദേഹം ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതും മറ്റു പോലീസുകാരും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഫോട്ടോ എടുത്തുകൊണ്ട് മീഡിയയിൽ കാണിക്കാൻ തുടങ്ങിയതോടെ ഇത് ആളുകളെല്ലാം അറിഞ്ഞു. എന്നാൽ ആന്റണി അതൊന്നും കണ്ട് പേടിക്കാൻ നിന്നില്ല. എങ്ങനെയെങ്കിലും ഫിലിപ്പിനെ കണ്ടെത്തണമെന്നായിരുന്നു അയാളുടെ ചിന്ത. ആന്റണിയുടെ മേലധികാരി അയാളെ വിളിച്ചിട്ട് പറയുന്നു, എനിക്ക് നിന്നെ ഇനി സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആന്റണി പറയുന്നു, തനിക്ക് ഒരു അരമണിക്കൂർ കൂടി വേണം, അത് കഴിയുമ്പോൾ താൻ തന്നെ വന്ന് കീഴടങ്ങാമെന്നും ആന്റണി പറയുന്നു. എന്നിട്ട് കോൾ കട്ട് ചെയ്യുന്നു. ഇതിനോടകം വാഗമണിലുള്ള ഹോട്ടലിൽ നിന്ന് MLA ആളുകൾ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന റിസപ്ഷനിലെ ആൾ റൂം ബുക്ക് ചെയ്ത ആളുടെ വിവരങ്ങൾ കൊടുക്കുന്നു. ആ റൂം ബുക്ക് ചെയ്യുകയും ഇന്നലെ അവരെ തട്ടിക്കൊണ്ടുപോയതെല്ലാം ചെയ്തത് സാം തന്നെയായിരുന്നു. സാമിന്റെ ഈ പ്ലാനിങ്ങിനെ പറ്റി തെരേസയ്ക്ക് എന്തെങ്കിലും അറിയാമോ എന്നറിയാൻ വേണ്ടി കുറച്ച് പോലീസുകാരെ സ്റ്റേഷനിൽ നിന്നും തെരേസയുടെ വീട്ടിലേക്ക് അയച്ചിരുന്നു. എന്നാൽ ആ പോലീസുകാരുമായി സംസാരിക്കാൻ തെരേസ തയ്യാറായിട്ടില്ല. എലിസബത്ത് കൊലക്കേസിലെ സൂചനകളെല്ലാം എടുത്ത് അവർ പരിശോധിക്കുന്നു. അവസാനമായി കോളേജിന്റെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് എലിസബത്തിനെ കണ്ടത്. എലിസബത്ത് റെഡ് കളർ മാരുതി ബ്രസയിൽ കയറി പോകുന്നതായിട്ടാണ് എലിസബത്തിന്റെ ഫ്രണ്ട് മൊഴി കൊടുത്തിരിക്കുന്നത്. അതേ സെയിം കാറിലാണ് സാം സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയത്. എന്നാൽ സാം വന്ന ഈ കാറിൽ തന്നെയാണോ എലിസബത്തിനെ ഒടുവിൽ കണ്ടതെന്ന് ഉറപ്പില്ല എന്ന് വിദ്യ പറയുന്നു. പക്ഷേ സാം വന്ന ഈ കാറിന്റെ ശരിക്കുള്ള ഉടമ മുരളി സദാശിവനാണ്, അതായത് രാജീവിന്റെ അച്ഛൻ. ഐറിന്റെ കേസിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള അതേ വിവരങ്ങൾ തന്നെയാണ് എലിസബത്തിന്റെ കേസിലും ഉള്ളത്. ഈ രണ്ട് കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ടാകാമെന്ന് ദിവ്യ പറയുന്നു. രണ്ടുപേരുടെയും നാവ് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. പക്ഷേ എലിസബത്തും ഐറിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. എലിസബത്ത് മരിക്കുന്നതിന് മുമ്പ് അവൾ ആരെയോ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവളുടെ അവസാനത്തെ കോൾ എലിസബത്തിന്റെ സഹോദരൻ ഇമ്മാനുവേലിന്റെ ഫോണിലേക്കായിരുന്നു. ഇമ്മാനുവേലിന്റെ ആ ഫോൺ നമ്പർ എടുത്തു നോക്കുമ്പോൾ അതിന്റെ അവസാനത്തെ 3 അക്കം 403 എന്നായിരുന്നു. വാഗമണിലുള്ള ഹോട്ടലിലെ 403 നമ്പർ മുറിയിലാണ് MLA സാം തടവിൽ വെച്ചിരുന്നത്. ആന്റണി എലിസബത്തിന്റെ സഹോദരൻ ഇമ്മാനുവേലിന്റെ നമ്പറിലേക്ക് വിളിക്കുന്നു. എലിസബത്തിന്റെ കേസിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്ന് പറയുന്നു. കസ്റ്റമർ ഉണ്ട്, ഒന്ന് ഹോൾഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അയാൾ കസ്റ്റമറുമായി സംസാരിക്കുകയായിരുന്നു. സംസാരത്തിൽ നിന്നും അയാൾ ലിബർട്ടി ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ആണ് എന്ന് ആന്റണിക്ക് മനസ്സിലായി. പെട്ടെന്ന് അയാളുടെ കോൾ കട്ടായി. ഇമ്മാനുവേലും ഈ കളിയുടെ ഭാഗമാണെന്ന് ആന്റണിക്ക് മനസ്സിലായി. കാരണം ഇമ്മാനുവേൽ ഫോൺ എടുത്തപ്പോൾ തന്നെ പറയൂ സാർ എന്ന് പറഞ്ഞിരുന്നു. കാരണം ഇമ്മാനുവേൽ ഈ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ആന്റണി വീണ്ടും ഇമ്മാനുവേലിനെ വിളിച്ചു. എന്നാൽ ഈ തവണ കോൾ ഫോർവേഡ് ചെയ്യപ്പെടുന്നു. അതൊരു ലാൻഡ് ലൈൻ നമ്പറിലേക്കാണ് പോയത്. തെരേസയാണ് ആ കോൾ എടുത്തത്. ഇതെല്ലാം സാമിന്റെ പദ്ധതിയായിരുന്നു. ആന്റണി ഈ കളിയിൽ ഇവിടെ വരെ ജയിച്ചെത്താൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ സാമിനോട് ബെറ്റ് വെച്ചിരുന്നു എന്ന് ആന്റണിയോട് പറയുന്നു. കുറച്ചുകൂടി വൈകിയിരുന്നുവെങ്കിൽ ഈ ഫോൺ എടുക്കാൻ താൻ ഉണ്ടാകില്ലായിരുന്നു എന്നും തെരേസ പറയുന്നു. എന്നാൽ സാം പറഞ്ഞിരുന്നു ആന്റണി ഇതെല്ലാം വിജയിച്ച് ഉറപ്പായിട്ടും തെരേസയെ വിളിക്കുമെന്ന്. അങ്ങനെ നിങ്ങൾ സൂചനകളെല്ലാം കണ്ടെത്തി എന്നെ വിളിച്ചു. എന്നാൽ സാം പറഞ്ഞതിലും കുറച്ച് വൈകിയാണ് എന്നെ നിങ്ങൾ വിളിച്ചത് എന്ന് തെരേസ ആന്റണിയോട് പറഞ്ഞു. മകൻ എവിടെയെന്ന് ആന്റണി ചോദിച്ചപ്പോ സാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചിരുന്നു എന്ന് തെരേസ മറുപടി നൽകി. നിങ്ങൾ ആദ്യമായി അന്വേഷിച്ച കേസ് മുതൽ ഐറിന്റെ കേസ് വരെ സാം പിന്തുടർന്നിരുന്നു. ഐറിന്റെ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയ സാം എലിസബത്തിന്റെ കേസിലാണ് എത്തിച്ചേർന്നത്. എലിസബത്തിന്റെ കേസിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ സാം ലിറ്റിൽ ഫ്ലവർ ബോർഡിംഗ് സ്കൂളിലെത്തി. എലിസബത്തിന്റെയും ഐറിന്റെയും കൊലപാതകങ്ങൾ ഒരേ രീതിയിലായിട്ടുള്ളതാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ആ കൊലപാതകി ഈ ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. കുഴപ്പക്കാരനായിരുന്ന അവനെ ഇപ്പോഴും അവിടെ ഉള്ളവരൊക്കെ ഓർക്കുന്നുണ്ട്. ക്ലാസ്സിൽ അവൻ പെൺകുട്ടികളെ ശല്യം ചെയ്യുമായിരുന്നു. ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ ഉടുപ്പ് അവൻ ഊരി, മറ്റ് കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ. ഇത് ആ സ്കൂളിൽ വലിയ പ്രശ്നമുണ്ടായി. തുടർന്ന് കുട്ടിയുടെ അച്ഛനെ സ്കൂളിലേക്ക് വിളിക്കുകയും കുട്ടിയെ വളർത്തുന്ന രീതിയെക്കുറിച്ച് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇത് കേട്ട് വിഷമിച്ച കുട്ടി ഇത് കേട്ടിട്ട് ആ കുട്ടിയുടെ അച്ഛൻ ആ കുട്ടി ചെയ്ത അതേ പ്രവൃത്തി തന്നെ തിരിച്ചു ചെയ്തു. അവനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവന്റെ വസ്ത്രമെല്ലാം ഊരി നഗ്നനാക്കി അവനെ ശിക്ഷിച്ചു. മോശം രക്ഷിതാവാകുന്നതിൽ വലിയ ലക്ഷണമാണിത്. അത് ആ കുട്ടിക്ക് വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിക്ക് സ്കൂളിലേക്ക് വരേണ്ട കാര്യമില്ല. പക്ഷേ അവൻ വീണ്ടും അതേ സ്കൂളിൽ തന്നെ തിരിച്ചെത്തി. അതേ കുട്ടികളുടെ മുമ്പിൽ ഇരുന്ന് പഠിക്കേണ്ടി വന്നു. അവരെല്ലാം അവനെ കളിയാക്കുമായിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ ആന്റണി ആയിരുന്നു. അതായത് അവരന്വേഷിക്കുന്ന കൊലയാളി ആന്റണിയുടെ മകൻ ഫിലിപ്പാണ്. അന്ന് കൗൺസിലിംഗിന് പോയപ്പോൾ ഡോക്ടർ ആന്റണിയോട് പറഞ്ഞിരുന്നു ഫിലിപ്പ് വളരുന്ന സാഹചര്യങ്ങൾ അവനെ ഒരു കുറ്റവാളിയാക്കി മാറ്റും. ഫെമിനിസ്റ്റായ എലിസബത്തും ഫിലിപ്പും പ്രണയത്തിലായിരുന്നു. അവളൊരു ഫെമിനിസ്റ്റ് ആണെന്ന് പ്രണയത്തിലായ ശേഷമാണ് ഫിലിപ്പിന് മനസ്സിലാകുന്നത്. അവളുടെ രീതികളോട് ഫിലിപ്പിന് പൊരുത്തപ്പെടാൻ തീരെ കഴിഞ്ഞില്ല. എലിസബത്തിന്റെ ഫെമിനിസം അവന്റെ ഉള്ളിലെ സൈക്കോപാത്തിനെ ഉണർത്തി.
എലിസബത്തിനെ കൊന്നതും ഫിലിപ്പ് തന്നെയാണെന്ന് തനിക്ക് സംശയമുണ്ടെന്ന് അന്ന് രാത്രി രാജീവ് സാമിനോട് പറഞ്ഞിരുന്നു. എലിസബത്ത് ഫിലിപ്പിന്റെ ഇഷ്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നില്ല. ബുദ്ധിയുള്ള പെൺകുട്ടികളോട് അവന് ദേഷ്യമായിരുന്നു. എലിസബത്തിനെ കൊന്ന ശേഷം ഫിലിപ്പ് അടുത്ത ഇരയെ തേടി നടക്കുകയായിരുന്നു. അങ്ങനെ അവന്റെ അടുത്ത ഇര ഐറിനായി മാറി. ആന്റണിയും ഫിലിപ്പും അന്ന് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ദീപ്തിയുടെ മരണത്തിന്റെ പേരിൽ ഐറിൻ ആന്റണിയോട് തർക്കിക്കുന്നുണ്ടായിരുന്നു. ആ സമയം ഫിലിപ്പിന് ശ്രദ്ധ ഐറിനെ ആയിരുന്നു. അവൾ വിരൽ ചൂണ്ടി ആന്റണിയോട് സംസാരിക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവന് ഇഷ്ടപ്പെട്ടില്ല. അന്ന് രാത്രി ലോഡ്ജിൽ വെച്ച് ആന്റണി ഫിലിപ്പിനെയും രാജീവിനെയും മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് അവിടെ നിന്ന് ഓടിച്ചില്ലേ? ആദ്യം രാജീവ് ഓടി വണ്ടിയിൽ കയറി, പിന്നെ ഫിലിപ്പും. ഇവരുടെ പിന്നാലെ വന്ന ആന്റണി ആ സമയം അവിടെ ഫോൺ ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടിരുന്ന ഐറിനെ കാണുന്നു. നോ പാർക്കിംഗിൽ വണ്ടി നിർത്തിയെന്ന് ആരോപിച്ച് അവളുമായി തർക്കിക്കുന്നു. ആന്റണി മദ്യപിച്ചിരുന്നു എന്നുള്ള കാരണം അവൾ വേഗം വണ്ടിയെടുത്ത് അവിടെ നിന്നും പോയി. ഇതൊന്നും വണ്ടിയിലിരുന്ന ഫിലിപ്പിന് ഇഷ്ടപ്പെട്ടില്ല. അവനും അവളെ പിന്തുടർന്നു. ആന്റണിയുടെ വണ്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഐറിൻ ഒരു ചെറിയ റോഡിലേക്ക് വണ്ടി കയറ്റി നിർത്തി. ആന്റണി പോയ ശേഷം അവൾ തിരിച്ചിറങ്ങി വന്നപ്പോ പിന്നാലെ വന്ന് ഫിലിപ്പിന്റെ കാറാണ്. ആ സമയം ഫിലിപ്പിന്റെ കാറിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് പാതി ബോധത്തിൽ രാജീവ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഐറിനെ ഫിലിപ്പ് തലക്കടിച്ചു കൊന്നു. അന്ന് രാത്രി ഐറിനെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ രാജീവിനെ ചോദ്യം ചെയ്തപ്പോൾ സാം മനസ്സിലാക്കിയിരുന്നു. ഫിലിപ്പിന്റെ കൂടെ അന്ന് കാറിൽ ഉണ്ടായിരുന്നത് രാജീവാണ്. മയക്കുമരുന്നടിച്ച് പാതി ബോധത്തിലുണ്ടായിരുന്ന അയാൾ ഫിലിപ്പ് ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ടിരുന്നു. ഫിലിപ്പിന്റെ മനസ്സിലെ വൈരാഗ്യം ഒരിക്കലും മാറില്ല. ഒരു തവണ അവൻ മാനസിക സമ്മർദ്ദം അനുഭവിച്ചതാണ്. അവൻ ഇരകളെ കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം ഇങ്ങനെ ആന്റണിയോട് വിശദീകരിച്ച് പറയുമ്പോൾ തെരേസയ്ക്ക് ചുമ വരുന്നുണ്ടായിരുന്നു. ഇതിനർത്ഥം അവരും സാമിനെ പോലെ വിഷം കഴിച്ചിട്ടുണ്ട് എന്നാണ്. സാമും ഐറിനും ഇല്ലാത്ത ഈ ലോകത്ത് തനിക്കും ജീവിക്കണ്ട എന്ന് തെരേസ പറയുന്നു. തെരേസ നിങ്ങളുടെ അവസാനത്തെ സൂചനയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം അപ്പോൾ തന്നെ അവൾ മരിക്കുന്നു. ആ ഫോൺ നമ്പർ ശരിക്കും ആന്റണിയുടെ നമ്പർ തന്നെയായിരുന്നു. അടുത്ത സൂചന ആന്റണിയുടെ നമ്പർ ആണെങ്കിൽ ആന്റണിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥലത്തായിരിക്കും ഫിലിപ്പ് ഉണ്ടാവുക എന്ന് കരുതി അവർ ആന്റണിയുടെ വീടും പരിസരവും എല്ലാം തിരിയുന്നു. അവിടെ ഒരിടത്ത് 6 അടി കുഴിയെടുത്തിരിക്കുന്നത് കാണുന്നു. അവർ മണ്ണ് മാറ്റി നോക്കിയപ്പോൾ ഒരു പെട്ടി. എന്നാൽ അവർ പ്രതീക്ഷിച്ചതുപോലെ അതിനുള്ളിൽ ഫിലിപ്പ് ഉണ്ടായിരുന്നില്ല, രാജീവായിരുന്നു. അതിൽ ഓക്സിജൻ സിലിണ്ടറും വെച്ചിട്ടുണ്ടായിരുന്നു. രാജീവിനെ കൊന്നുവെന്ന് സാം വെറുതെ അഭിനയിച്ചതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സാം രാജീവിനെ ഉണ്ടായിരുന്നില്ല. ഫിലിപ്പ് എവിടെയാണെന്ന് ആന്റണി ചിന്തിക്കുകയായിരുന്നു. കിട്ടിയ സൂചനകളെല്ലാം അയാൾ വീണ്ടും ഓർത്തു നോക്കി. ആദ്യത്തെ സൂചന ഫിലിപ്പിന്റെ ഫോൺ നമ്പർ ആയിരുന്നു. രണ്ടാമത്തേത് ഇരയുടെ വീഡിയോ. മൂന്നാമത്തേത് ഇമ്മാനുവേലിന്റെ നമ്പർ. നാലാമത്തേത് തെരേസ. അഞ്ചാമത്തേത് ആന്റണിയുടെ നമ്പർ. ഈ സൂചനകളിലെ ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് വായിച്ചാൽ പിയാത്ത എന്ന് കിട്ടും. മൈക്കലാഞ്ചലോ നിർമ്മിച്ച ഒരു ശില്പത്തിന്റെ പേരായിരുന്നു ഇത്. കുരിശിൽ മരിച്ച യേശുക്രിസ്തുവിന്റെ മൃതദേഹം മടിയിൽ വെച്ചിരിക്കുന്ന മാതാവിന്റെ രൂപം. അത് ആന്റണി പെട്ടെന്ന് ഓർത്തു. അടുത്തുള്ള പള്ളിയിൽ ഇങ്ങനെയുള്ള രൂപം ഉണ്ടെന്നുള്ള കാര്യം അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ഉടൻ തന്നെ ആന്റണി ആ പള്ളി പരിസരത്തേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന സെമിത്തേരിയിൽ ഫിലിപ്പിനെ തിരയുകയും ചെയ്തു. എല്ലാ സൂചനകളും കണ്ടെത്തി ആന്റണി ഫിലിപ്പിനെ രക്ഷിക്കുമോ എന്ന് തെരേസ സാമിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ സാം പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സൂചനകൾ പിന്തുടർന്ന് ആന്റണി അവസാന സ്ഥലത്തെത്തുമ്പോൾ അവിടെ എത്തുന്നത് ആന്റണി ആയിട്ടായിരിക്കില്ല, സാം ആയിട്ടായിരിക്കും അയാൾ അവിടെ നിൽക്കുക. താൻ അനുഭവിച്ച ദുഃഖമെല്ലാം ആന്റണിക്ക് ആ നിമിഷം മനസ്സിലാകും. അവിടുന്ന് കട്ട് ചെയ്ത ഫിലിപ്പിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ആന്റണിക്ക് മനസ്സിലായി. ആന്റണിയുടെ മരിച്ചുപോയ ഭാര്യ മേരിയുടെ കല്ലറയിലാണ് അവനെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. പക്ഷെ അവനെ രക്ഷിക്കുന്നതിന് മുമ്പ് അയാളുടെ മനസ്സിലൂടെ മറ്റൊരു കാര്യം മിന്നുമാഞ്ഞുപോയി. നിങ്ങൾ ചെയ്യുന്ന ഈ പാപം നിങ്ങളെയും എന്റെ കുഞ്ഞിനെയും ബാധിക്കുമെന്ന് മരിക്കുന്നതിന് മുമ്പ് മേരി പറഞ്ഞ വാക്കുകൾ ആന്റണി ഓർത്തു. അതുപോലെ ഐറിനെയും എലിസബത്തിനെയും ഫിലിപ്പ് ക്രൂരമായി കൊന്ന കാര്യവും ആന്റണിക്ക് ഓർമ്മ വന്നു. മകൻ ഒരു സൈക്കോപാത്താണെന്നും അവൻ ശിക്ഷിക്കപ്പെടേണ്ടവനാണെന്നും ആന്റണിക്ക് തോന്നുന്നു. തന്റെ ഭാര്യ ആഗ്രഹിച്ച പോലെ ഫിലിപ്പിനെ നല്ലൊരു മനുഷ്യനാക്കി വളർത്താൻ തനിക്ക് കഴിഞ്ഞിട്ടില്ലെന്നുള്ള കുറ്റബോധം ആന്റണിക്ക് വന്നു. ഇനി അവനെ മാറ്റിയെടുക്കാൻ ആന്റണിക്ക് ഒരിക്കലും ആകില്ല. ഫിലിപ്പ് കാരണം ഇനി ഒരു കുടുംബത്തിനും ഒരു കണ്ണീരും വരാൻ പാടില്ല. ഇത് ആന്റണി മനസ്സിലാക്കും. ആ നിമിഷം ഫിലിപ്പിനെ രക്ഷിക്കേണ്ടെന്ന് അയാൾ തീരുമാനിക്കുന്നു. മറ്റു പോലീസുകാർ ഫിലിപ്പിനെ കിട്ടിയോ എന്ന് ചോദിച്ച് ആന്റണിയെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഫിലിപ്പ് അടുത്തുണ്ടായിട്ടും അവനെ കണ്ടെത്താനായിട്ടില്ല ആന്റണി പറയുന്നു. ഒരു സൈക്കോപാത്തായി ഫിലിപ്പ് മാറിയതിന് കാരണം ആന്റണിയാണ്. അയാൾ വളർത്തിയ രീതിയാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ ആന്റണിയും കുറ്റക്കാരനാണ്. അയാൾ തന്റെ സീനിയർ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ കീഴടങ്ങുന്നു. ഐറിന്റെയും എലിസബത്തിന്റെയും കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടായിരുന്ന പ്രതി താനാണെന്ന് ആന്റണി അവരോട് പറയുന്നു. തന്റെ മകനെ മരണത്തിന് വിട്ടുകൊടുത്ത് അവൻ ചെയ്ത എല്ലാ കുറ്റത്തിനും ശിക്ഷ അനുഭവിക്കാൻ അനുവദിച്ചുകൊണ്ട് അയാളെ സ്വയം ശിക്ഷിക്കുന്നു. അങ്ങനെ ഈ തീരുമാനങ്ങളെല്ലാം ആന്റണി എടുക്കുന്നിടത്ത് ഈ സിനിമ അവസാനിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ? ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോകളിൽ മികച്ചതായ രീതിയിൽ എക്സ്പ്ലനേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ ഒരുപാട് തെറ്റുകളുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.